മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശബ്ദങ്ങളിലൊന്നാണ്. യോഗ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ നിശബ്ദമായ കോണുകളിലും നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. ഓം നമഃ ശിവായ. കേൾക്കാൻ വളരെ മനോഹരവും നമ്മളെ ഒരുതരം ഹിപ്നോട്ടിക് അവസ്ഥയിലെത്തിക്കുന്നതുമായ ഒന്നാണിത്. എന്നാൽ ഈ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ നമുക്ക് പുറത്തുള്ള ഏതോ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ? അതോ ഈ അക്ഷരങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആഴമേറിയ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇന്ന് നമ്മൾ ഈ മഹാമന്ത്രത്തിന്റെ അർത്ഥതലങ്ങളിലേക്കാണ് കടന്നുചെല്ലുന്നത്. ഇന്ന് നമ്മൾ ഓം നമഃ ശിവായ എന്ന മന്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യോഗ പാരമ്പര്യത്തിൽ ഇതിനെ പഞ്ചാക്ഷര മന്ത്രമെന്നാണ് വിളിക്കുന്നത്. അർത്ഥം 5 അക്ഷരങ്ങളുള്ള മന്ത്രം എന്ന്. ശിവനെ പരമാത്മാവായി കാണുന്ന ശൈവ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണിത്. ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ ഇതിനെ ഇങ്ങനെ വിവർത്തനം ചെയ്യാം. ഓം എന്നത് പ്രപഞ്ചശബ്ദമാണ്. നമ എന്നാൽ വണങ്ങുക, ആരാധിക്കുക അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുക എന്നർത്ഥം. ശിവായ എന്നാൽ ശിവന് അല്ലെങ്കിൽ ശിവനെ ഉദ്ദേശിച്ച് എന്നർത്ഥം. അതുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ ഓം ഞാൻ ശിവനെ വണങ്ങുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി ഇതാണ്. ഈ സന്ദർഭത്തിൽ ശിവൻ എന്നത് കൈലാസത്തിലിരിക്കുന്ന നീല നിറമുള്ള ഒരു ദൈവത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ആഴമേറിയ താന്ത്രിക വേദാന്ത പാരമ്പര്യങ്ങളിൽ ശിവൻ ഒരു വ്യക്തിയല്ല, ശിവൻ ഒരവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാത്തിലും കുടികൊള്ളുന്ന മാറ്റമില്ലാത്ത പരമായ ബോധമാണ് ശിവൻ. നിങ്ങളുടെ മനസ്സിലെ ബഹളങ്ങൾക്കെല്ലാം പിന്നിൽ നിലനിൽക്കുന്ന നിശബ്ദതയാണ് ശിവൻ. അതുകൊണ്ട് നിങ്ങൾ ഓം നമഃ ശിവായ എന്നു ജപിക്കുമ്പോൾ നിങ്ങൾ പുറത്തുള്ള ഒന്നിനെയല്ല വണങ്ങുന്നത്. നിങ്ങൾ നമിക്കുന്നത് നിങ്ങളിലെ തന്നെ ഏറ്റവും ഉയർന്ന ചൈതന്യത്തെയാണ്. നമുക്ക് ഈ മന്ത്രത്തിന്റെ ഘടനയൊന്ന് പരിശോധിക്കാം. ഇത് ഓം എന്നതിലും തുടർന്നു വരുന്ന 5 അക്ഷരങ്ങളിലും ന, മ, ശി, വ, യ നിർമ്മിതമാണ്. ഈ 5 അക്ഷരങ്ങൾ പ്രപഞ്ചത്തെയും നിങ്ങളുടെ ശരീരത്തെയും നിർമ്മിച്ചിരിക്കുന്ന 5 മൂലകങ്ങളെ അഥവാ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ന എന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഇത് നിങ്ങളുടെ അടിത്തറ, ഭൗതിക ശരീരം, മൂലാധാര ചക്രം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഗ്രൗണ്ടിംഗ് ഊർജമാണ്. മ എന്നത് ജലമാണ്. ഇത് ഒഴുക്കിനെയും വികാരങ്ങളെയും ജീവശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഇത് സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശി എന്നത് അഗ്നിയാണ്. ഇത് മാറ്റത്തിന്റെ പ്രതീകമാണ്. മണിപൂരചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയ വളർച്ചയ്ക്കുള്ള തീവ്രമായ ആഗ്രഹമാണിത്. കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഊർജമാണിത്. വ എന്നത് വായുവാണ്. ഇത് ചലനം, ശ്വാസം, അനാഹതചക്രം അഥവാ ഹൃദയചക്രം എന്നിവയെ സൂചിപ്പിക്കുന്നു. നിങ്ങളിലൂടെ ഒഴുകുന്ന പ്രാണൻ അഥവാ സൂക്ഷ്മ ഊർജമാണിത്. യ എന്നത് ആകാശം അഥവാ സ്പേസ് ആണ്. ഇതേറ്റവും സൂക്ഷ്മമായ മൂലകമാണ്. ഇത് വിശുദ്ധിചക്രത്തെയും ഭൗതിക രൂപത്തിനപ്പുറമുള്ള വിസ്താരത്തെയും പ്രതിനിധീകരിക്കുന്നു. ഓം എന്നത് മൂലമന്ത്രമാണ്. മേൽപ്പറഞ്ഞ 5 മൂലകങ്ങളെയും ഒരുമിച്ചു നിർത്തുന്നത് ഈ ശബ്ദതരംഗമാണ്. സൃഷ്ടിയുടെ തന്നെ ആരംഭമാണത്. അതുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് ജപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ ശബ്ദതരംഗങ്ങളെ നിങ്ങളുടെ ശരീരത്തിലൂടെ കടത്തിവിടുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഭൂമി എന്ന മൂലകത്തെ ശുദ്ധീകരിക്കാനും ജലം എന്ന വികാരങ്ങളെ സന്തുലിതമാക്കാനും മാറ്റത്തിന്റെ അഗ്നിയെ ജ്വലിപ്പിക്കാനും ശ്വാസവായുവിനെ ക്രമീകരിക്കാനും ശുദ്ധബോധത്തിന്റെ ആകാശത്തിലേക്ക് വികസിക്കാനും നിങ്ങൾക്കിതിലൂടെ സാധിക്കുന്നു. നിങ്ങളുടെ ചിതറിക്കിടക്കുന്ന ചെറിയ സ്വയയെ പ്രപഞ്ചശക്തിയുമായി നിങ്ങൾ അതിലൂടെ ലയിപ്പിക്കുന്നു. നമ്മളെ മുൻകാല പ്രവൃത്തികളുടെയും ചിന്തകളുടെയും ഭാരമായ കർമ്മയെ കത്തിച്ചൊടിക്കാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട് എന്നു പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു.